Hi students, welcome to your new class. The ക്ലാസ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനിനെ കുറിച്ച് പഠിക്കാം. ഒരു മാനേജറെ സംബന്ധിച്ചോളം എല്ലാ ദിവസവും ഒരു ഓർഗനൈസേഷനിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡിസിഷൻസ് പ്ലാനിങ് ഒക്കെ നടക്കണം. അപ്പോൾ അതിൽ തന്നെ പല തരത്തിലാണ് ഉണ്ടാവുക. അതിൽ പോളിസികൾ ഉണ്ടാവാം, പ്രോഗ്രാം, ഷെഡ്യൂള്, പ്രൊസീജിയർ, ബഡ്ജറ്റ് ഒക്കെ ഉണ്ടായിരിക്കാം. നമുക്ക് പ്ലാനിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൻ്റെ ഡിഫറൻസിൻ്റെ ബേസിലും യൂസിൻ്റെ ബേസിലും ഒറിജിൻ്റെ ബേസിലും ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തന്നെ പ്ലാനിനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. വാട്ട് ഈസ് പോളിസി? എന്തിനാണ് പോളിസി എന്ന് പറയുന്നത്? ഒരു പ്ലാനിങ് നടത്തണമെങ്കിൽ അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് പോളിസി എന്ന് പറയുന്നത്. ഇത് പോളിസിയിൽ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പറയുന്നത്. ഐദർ എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് ഓഫ് ദോസ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ദാറ്റ് ആർ സെറ്റപ്പ് ബൈ എക്സ്ക്ലൂസീവ് ലീഡർഷിപ്പ് ആസ് ഗൈഡ്സ് ആൻഡ് കൺസ്ട്രെയിൻസ് ഫോർ ദ ഓർഗനൈസേഷൻ തോട്ട് ആൻഡ് ആക്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ പ്രവൃത്തിയും ചിന്തയും എന്താണ്, അതിനെ തടസ്സപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സ്ക്ലൂസീവായിട്ട് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ചില പ്രിൻസിപ്പിൾസും റൂൾസും എക്സ്പ്രസ് ആയിട്ടും ഇംപ്ലൈഡ് ആയിട്ടും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പോളിസി എന്ന് പറയുന്നത്. എ പോളിസി ഈസ് വെർബൽ ആവാം, റിട്ടൺ ഓർ ഇംപ്ലൈഡ്, ഓവറോൾ ഓൾ ഗൈഡ് setting up boundaries that supply the general limits and direction in which managerial action will take place. ഒരു മാനേജറൽ ആക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അത് ഏത് വരെ പോവാം, എങ്ങോട്ടാണ് ഡയറക്ഷൻ, അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ സപ്ലൈ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നയിക്കുന്ന റിട്ടൺ ആയിട്ടോ വെർബലായിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ വരുന്നതിനെയാണ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ പോളിസി എപ്പോഴും ഒരു സ്റ്റാൻഡിങ് പ്ലാനാണ്. ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാനാണിത്. ഇറ്റ് ഗൈഡ്സ് മാനേജ്മെൻറ്റ് ടു ഓൾ ലെവൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. എല്ലാ ലെവൽസിലും ഇത് ആവശ്യമാണ്. ദി ആർ സ്റ്റാൻഡിങ് ആൻസേഴ്സ് ടു റിക്കറിങ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേ ഇരിക്കുമ്പം അതിന് ആൻസേഴ്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ദേ ആർ ജനറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് തിങ്കിങ് ആക്ഷൻ ഓഫ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ്. ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന് അത് അനുസരിച്ച് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്ത് പറയുന്നത്, പോളിസി എന്ന് പറയുന്നത്. ഒരു നല്ല പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒരു പോളിസി എപ്പോഴും വളരെ സിമ്പിൾ ആയിരിക്കണം, എളുപ്പത്തിൽ മനസ്സിലാവാൻ സാധിക്കുന്നതായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കുക, മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന തരത്തിലുള്ളതായിരിക്കുക. നല്ലൊരു പോളിസിയിൽ എപ്പോഴും ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതേപോലെ ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാവാം. പോളിസി ഒരിക്കലും അതിൻ്റെ ഒബ്ജക്റ്റീവ്സിന് ഓർഗനൈസേഷൻ്റെ മറ്റുള്ള പോളിസികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആവരുത്. ഓരോ പോളിസിയും ഫോം ചെയ്യുമ്പം പോളിസി ഫോമുലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സും നോക്കിയതിന് ശേഷം മാത്രമാണ് പോളിസി ഫോമുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ. അത് റിയലിസ്റ്റിക് ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് മസ്റ്റ് റിഫ്ലക്ട് ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്. തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ രണ്ട് എൻവയോൺമെൻറ്റുകളെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കണം അതിൻ്റെ പോളിസി എന്ന് പറയുന്നത്. എപ്പോഴും ഫാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം, ക്ലിയർ ടേംസിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നല്ല പോളിസിക്ക് വേണ്ടതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് പോളിസി എന്ന് പറയുന്നത്. രണ്ടാമത്തേൽ പറയുന്ന പ്രൊസീജിയർ. എന്തിനാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഓപ്പറേഷണൽ ഗൈഡ്സ് ടു ആക്ഷൻ. നമുക്കൊരു എയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെ ആക്ഷനിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് ഹൗ എ വർക്ക് ഈസ് ടു ബി ഡൺ. എങ്ങനെ ഒരു ജോലി ചെയ്ത് തീർക്കണം എന്ന് പറയുന്നതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദേ ആർ പ്ലാൻ സ്പെസിഫൈങ് വേസ് ടു പെർഫോം. ഇതും ശരിക്കും പ്ലാൻ തന്നെയാണ്. പക്ഷെ എന്താണ്, പല തരത്തിലുള്ള ടാസ്കുകൾ ഏത് രീതിയിലാണ് പെർഫോം ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നതിനാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയർ എപ്പോഴും ഗൈഡ് ടു ആക്ഷനാണ്. നമ്മളത് പ്രവൃത്തിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള അതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പ്രൊസീജിയറിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ എൻഷുവേഴ്സ് യൂണിഫോമിറ്റി ഓഫ് ആക്ഷൻസ്. നല്ല രീതിയിൽ ഒരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തികളെയൊക്കെ ഒരേ രീതിയിൽ കോർത്തെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റാൻഡേർഡ് വേ ഓഫ് ഡൂയിങ് വർക്ക്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേ തന്നെയാണ് പ്രൊസീജിയറിലൂടെ കിട്ടുന്നത്. പ്രൊസീജിയർ ഈസ് എ സീരീസ് ഓഫ് റിലേറ്റഡ് ദാറ്റ് മേക്കപ്പ് ഓഫ് ദ ക്രോണോളജിക്കൽ സീക്വൻസ്. നമ്മൾ ഓരോ ആക്ടിവിറ്റിയും ഒന്ന് കഴിഞ്ഞ് അടുത്തത് കഴിഞ്ഞ് അങ്ങനെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് ആണ് അവിടെ വരുന്നത്. നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഗോളോ അല്ലെങ്കിൽ അതിൻ്റെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ എന്തിനാണ് റോൾ എന്ന് പറയുന്നത്?
റൂൾസ് ലൈക്ക് പ്രൊസീജിയർ റൂൾസ് ആർ ദ ഗൈഡ് ടു ആക്ഷൻ. പ്രൊസീജിയറും റൂളും എപ്പോഴും ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഉള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ലേ ഡൗൺ എനി സീക്വൻസ് ഓഫ് ആക്ഷൻ ആസ് ഇൻ ദ കേസ് ഓഫ് പ്രൊസീജിയർ. പ്രൊസീജിയറിൽ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് അടുത്തത്, അങ്ങനെ ഒരു സീക്വൻസ്, ഒരു കണ്ടിന്യൂറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു കാര്യമൊന്നും റൂൾസിലില്ല. റൂൾ എപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ ടു ബി ടേക്കൺ ഓർ നോട്ട് ടു ബി ടേക്കൺ വിത്ത് റെസ്പെക്ട് ടു എ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു സ്പെസിഫിക് ആക്ഷനെയാണ് റൂൾ എന്ന് പറയുന്നത്. റൂൾ എപ്പോഴും ഡെഫിനറ്റ് ആയിട്ടുള്ളതും അത് റിജിഡ് ആയിട്ടുള്ളതായിരിക്കും. അതിലൊരു ഡീവിയേഷൻസും ഉണ്ടായിരിക്കില്ല. പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് ആക്ഷനിലേക്ക് വരുമ്പോൾ ഡീവിയേഷൻസ് ഉണ്ടാവില്ല. വളരെ ചുരുക്കം കേസിൽ മാത്രം ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ദേ ആർ സ്റ്റാൻഡിങ് പ്ലാൻസ്, ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇറ്റ് പ്രസൻസ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെയാണ്, ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നുണ്ടാവുക. റൂൾ മേ ബി എ പാർട്ട് ഓഫ് പ്രൊസീജിയർ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊസീജിയറിൻ്റെ ഒരു പാർട്ടാണ് റൂൾ എന്ന് പറയാം. റൂൾ ഡസ് നോട്ട് അലോ എനി ഡിസ്ക്രിപ്ഷൻ. റൂൾ വന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കും എന്തില്ല, പക്ഷപാതമില്ലാതെ തന്നെ അതെല്ലാവർക്കും അപ്ലിക്കബിൾ ആവുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇതിനെയാണ് റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്ട്രാറ്റജി. എന്താണ് സ്ട്രാറ്റജി? അതൊരു മിലിറ്ററി വേർഡാണ്. നമ്മളെപ്പോഴും ശത്രുക്കളെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും മെനയും അല്ലേ. അപ്പോൾ ബാറ്റിൽ ഫീൽഡിൽ എനിമിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ മൂമെൻറ്റ്സുകൾ എങ്ങനെ പോകണം എന്നുള്ളതിനെ തന്നെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബിസിനസ്സിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശത്രുക്കൾ ആരാ? കോമ്പറ്റീറ്റേഴ്സാണ്. അവരെ എങ്ങനെ നിലയ്ക്ക് നിർത്താം, അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിഫറെൻ്റ് ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ പോളിസി. ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് എന്താണോ അതിനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടാവാൻ തന്നെ പ്രോഗ്രാം എന്ന് പറയുന്നു. ഇതിൻ്റെ പ്രത്യേകത ഒരു സിംഗിൾ യൂസ് പ്ലാനാണ്. ഈ ഒരു പ്രോഗ്രാം ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡിനറി ഇറ്റ് ഈസ് ലേ ഡൗൺ ന്യൂ ഓർ നോൺ റെപ്പിറ്റേറ്റീവ് ആക്ടിവിറ്റീസ്. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും പുതിയ പുതിയ പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാവുക. അതൊരിക്കലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ പോകുന്നില്ല. ഇറ്റ് ടെൽസ് വാട്ട് ഈസ് ടു ബി ഡൺ ടു അച്ചീവ് ദ ഗോൾ. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ആ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടാവും. അതിൽ തന്നെ നമുക്ക് കിട്ടിയ റിസോഴ്സ് അവൈലബിൾ, നമുക്ക് എന്താണോ റിസോഴ്സുകൾ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ഫ്രെയിം ചെയ്യുന്നത്. ആൻഡ് മേക്കിംഗ് ബെസ്റ്റ് യൂസ് ഓഫ് ദം, നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, അതിന് എത്രത്തോളം നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. സോ പ്രോഗ്രാം എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ആക്ഷനെയാണ്. അതിൽ പലതരത്തിലുള്ള എലമെൻസുകളും ആവശ്യമാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഇത് പറയുന്ന ഫീച്ചേഴ്സാണ്. പ്രോഗ്രാം എപ്പോഴും സിംഗിൾ യൂസ് പ്ലാൻ, അതായത് ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കാര്യത്തിന് വേറെ തരത്തിലായിരിക്കും. ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഓരോ സ്റ്റെപ്പിലും എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് എൻഷുവർ കോർഡിനേറ്റഡ് പ്ലാനിങ് എഫേർട്സ്. നമ്മൾ എന്തൊക്കെ എഫേർട്സുകളാണ് അതിനെടുത്ത് ആ ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാറ്റിനെയും ഒന്ന് ഒത്തുചേർത്തുകൊണ്ട് അത് ഉറപ്പുവരുത്തുക എന്നുള്ളതും കൂടിയാണ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് പറയുന്നത് ബഡ്ജറ്റ്സ് ആണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ഫോർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം. ബഡ്ജറ്റ് എപ്പോഴും എന്താണ് കാണിക്കുന്നത്? നമുക്ക് സമീപ ഭാവിയിൽ വരാൻ പോകുന്ന എക്സ്പെൻസുകൾ, അതിൻ്റെ ചിലവുകൾ. അപ്പോൾ ഇവിടെ ഉത്തരം എപ്പോഴും എന്തായിരിക്കും? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലായിരിക്കും പറയുക. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഉണ്ടായിരിക്കും ബഡ്ജറ്റിൽ. നമ്മൾ പറയില്ല അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ ഇത്ര കോടികൾ സമ്പാദിക്കും, അല്ലെങ്കിൽ ഇത്ര മാർക്ക് നേടും. അതൊക്കെ നമുക്കെന്താ മുൻകൂട്ടി നമ്മൾ അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. മുൻകൂട്ടി നമ്മളതിലേക്ക് വേണ്ടിയിട്ട് നീങ്ങുകയാണ്. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അത് ക്വാണ്ടിറ്റേറ്റീവിലാണ് പറയുക. ഡെഫിനറ്റ് ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് കീപ്പിംഗ് ഇൻ വ്യൂ ദ ഒബ്ജക്റ്റീവ്സ്. ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പോളിസി, റിസോഴ്സസ് ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ടെറി ഡിഫൈൻസ് എ ബഡ്ജറ്റ് ആസ് എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ നീഡ്സ്. ഭാവിയിൽ നമ്മുടെ ആവശ്യങ്ങളെ എസ്റ്റിമേറ്റ് ചെയ്യുക. കവറിങ് സം ഓർ ഓൾ ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് എൻ എൻ്റർപ്രൈസ് ഫോർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു എൻ്റർപ്രൈസിൻ്റെ എല്ലാ ആക്ടിവിറ്റിനെയും കവർ ചെയ്യുക, അല്ലെങ്കിൽ മുക്കാലും കാര്യങ്ങളും കവർ ചെയ്ത് പോകുന്നതിനെ തന്നെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സെർവ് ആസ് എ യൂസ്ഫുൾ കൺട്രോൾ.
നമുക്ക് സ്ഥാപനത്തിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണിത്. ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ്, ഇത് നിലകൊള്ളുന്നത് എന്താണ്, മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ച ചില സ്റ്റാൻഡേർഡുകളുടെ ബേസിൽ ആക്ച്വൽ പെർഫോമൻസ് ക്യാൻ ബി ഇവാലുവേറ്റഡ്, എന്നാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ആക്ടിവിറ്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് പ്ലാനിംഗ് ആണ്. എത്ര തരത്തിലാണ് പ്ലാനിങ്ങുകൾ? പ്രധാനമായിട്ടും 3 തരത്തിലാണ് പ്ലാനിങ്ങുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്ലാനിങ്ങിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഫോർമൽ പ്ലാനിങ്ങും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്. 2 പ്ലാനിങ്ങിൻ്റെ ഡ്യൂറേഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഷോർട്ട് ടേമും ലോങ് ടേമും. 3 മാനേജ്മെൻറ്റ് ലെവൽസിനെ ബേസ് ചെയ്തുകൊണ്ട്. 3 ടൈപ്സ് ലെവൽസ് ആണ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. 4ാമത്തെ പോയിന്റിൽ പറയുന്നത് സ്റ്റാൻഡിംഗ് പ്ലാനുകൾ, യൂസിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് പ്ലാനുകളും സിംഗിൾ യൂസ് പ്ലാനുകളും, എപ്പോഴും നിലനിന്ന് പോകുന്ന ചില പ്ലാനുകളും അതേപോലെ തന്നെ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ 4 തരത്തിലാണ് ടൈപ്സ് ഓഫ് പ്ലാനിങ് വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ഫോർമൽ പ്ലാനിങ്. ഫോർമൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനിങ് എപ്പോഴും നടക്കുന്നത് റെഡ്യൂസ്ഡ് റൈറ്റിങ്സ് പരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വെൻ ദ നമ്പേഴ്സ് ഓഫ് ആക്ഷൻസ് ആർ ലാർജ്, ഇവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ അധികമായിരിക്കും. ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ ഫോർമൽ പ്ലാൻസ് ഇൻ ഇറ്റ് വിൽ ആഡക്വേറ്റ് കൺട്രോൾ, കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒഫീഷ്യൽ ടേമാണ് ഇവിടെ പറയുന്നത്, ഒഫീഷ്യൽ ആൻഡ് റെക്കഗ്നൈസ്ഡ്. ദ ടേം ഫോമൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തികച്ചും ഔദ്യോഗികപരമായിട്ടായിരിക്കും. എനി പ്ലാനിങ് ക്യാൻ ബി ഡൺ ഒഫീഷ്യലി ടു ബി ഫോളോഡ് ഓർ ഇംപ്ലിമെൻറ്റഡ്, ഏതൊരു പ്ലാനിങ്ങും ഒഫീഷ്യലി അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്തുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആക്ഷൻ ദാറ്റ് ഡിറ്റർമിൻസ് ദ അഡ്വാൻസ് വാട്ട് ഷുഡ് ബി ഡൺ, നമ്മൾ എന്താണ് ഭാവിയിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഫോർമൽ പ്ലാനിങ് എപ്പോഴും തുടങ്ങുന്നത് അതിൽ എന്ത് കാര്യം പറഞ്ഞിട്ടാണ്, പർട്ടിക്കുലർ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്ത് സ്ട്രാറ്റജിയാണോ യൂസ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ദ ബെനിഫിറ്റ് ഓഫ് ഫോർമൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണോ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെത്തേഡ്, അതെല്ലാം ക്ലിയർ ആയിട്ട് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ലിറ്റിൽ റൂം ഫോർ കൺഫ്യൂഷൻ, ഇത് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചോളം ഒരിക്കലും അവർക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. അത്രയും ക്ലാരിറ്റിയോട് കൂടി തന്നെ അവിടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. യൂണിഫോം പ്രൊസീജിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ലാർജ് നമ്പർ ഓഫ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കാം. വൈ ഇറ്റ് ഈസ് മോർ ബെനിഫിഷ്യൽ ഫോർ ലാർജ് ബിസിനസ്സസ്, അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും വലിയൊരു ബിസിനസ് യൂണിറ്റൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോപ്പർ കോപ്പറേഷൻ ഉണ്ടായിരിക്കുക എല്ലാ ലെവലിലുള്ള എംപ്ലോയീസുമായിട്ട്. അതേപോലെ തന്നെ യൂണിറ്റ് ഓഫ് ആക്ഷൻ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഐക്യം ഉണ്ടായിരിക്കുക, ഒരേപോലെ ഉണ്ടായിരിക്കുക. പ്രോപ്പർ കോർഡിനേഷനും കൺട്രോളും ഉണ്ടായിരിക്കുക. ആൻഡ് ചൂസ് റൈറ്റ് ഒബ്ജക്റ്റീവ്സ് ചൂസ് ചെയ്യാൻ സാധിക്കുക. ഫ്യൂച്ചർ പ്ലാൻ ക്യാൻ ബി ചോക്ഡ് ഔട്ട് ത്രൂ പ്രോപ്പർ ഫോർമൽ പ്ലാനിങ്. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫോർമൽ പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ പ്ലാനിങ് കറക്റ്റായിട്ട് അവിടെ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇൻഫോർമൽ പ്ലാനിങ് ആണ്. ഇൻഫോർമൽ പ്ലാനിങ് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്, അവിടെ പ്രത്യേകിച്ച് യാതൊരു ഫോർമാലിറ്റികളും ഇല്ല. വിച്ച് ഈസ് നോട്ട് റൈറ്റിംഗ്, അവിടെ റിട്ടേൺ ഫോമിലൊന്നുമല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസീവ്ഡ് ഇൻ ദ മൈൻഡ് ഓഫ് മാനേജർ. നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന ചില ഐഡിയാസ്. ഇൻഫോർമൽ പ്ലാനിങ് ഇഫക്റ്റീവാണ്. നമ്പർ ഓഫ് ആക്ഷൻസ് ഈസ് ലെസ്, ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഷോർട്ട് പീരീഡിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഫോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് ഇന്നോവേഷൻസും അഡാപ്റ്റേഷൻസും ഒക്കെ മാറുന്ന സർക്കംസ്റ്റൻസിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും ഒക്കെ ചെയ്യുന്നത് അംബ്രല്ല ഓഫ് ഫോർമൽ പ്ലാനിങ്. ഫോർമൽ പ്ലാനിങ്ങിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത്. ഹ്യൂമൻ നേച്ചർ ആ ഡെയിലി റിയാലിറ്റീസ് ബിഗിൻ ടു ചേഞ്ച് ദ ഫോർമൽ പ്ലാൻ. ഫോർമൽ പ്ലാനിന് നമുക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻഫോർമൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ ഡ്യൂറേഷൻ്റെ ബേസിസിലാണ് ഷോർട്ട് ടേമും ലോങ് ടേമും നമ്മൾ പറഞ്ഞു. ഷോർട്ട് ടേം പ്ലാനിങ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, വളരെ കുറച്ച് 2 ഇയേഴ്സാണ് ഇവിടെ പറയുന്നത്. ലെസ് ദാൻ 2 ഇയേഴ്സ്, 2ൽ കുറവുള്ള കാലത്തേക്ക് മാത്രം, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് മാത്രം മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്യാൻ ഷോർട്ട് ടേം പ്ലാനിങ് ആണ്. അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന മാനർ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ലോങ് ടേം പ്ലാൻ ആയിരിക്കും അത് ടാക്റ്റിക്കൽ പ്ലാനിങ് ആണ് കൂടുതലായിട്ടും. ഷോർട്ട് ടേം പ്ലാൻസ് എപ്പോഴും ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ്. റിസോഴ്സസ് ഓൺലി വിത്ത് ദ കറണ്ട് ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്സിൻ്റെ കറണ്ട് ഓപ്പറേഷൻസിനെ നോക്കിയിട്ട് ഒരു സമീപ ഭാവിയിലേക്ക് കൊടുക്കുന്നത് തന്നെയാണ് ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെ കൺസേണിങ് ഇൻവെൻറ്ററി പ്ലാനിങ് ആൻഡ് കൺട്രോൾ, എംപ്ലോയി ട്രെയിനിങ്, വർക്ക് മെത്തേഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും.
ഈ ഒരു പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസിലി അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുക, എളുപ്പത്തിൽ തന്നെ മെഷർ ചെയ്യാൻ പറ്റുക. ലിറ്റിൽ റിസോഴ്സസ് ആർ റിക്വയർഡ്. ഇതിന് വേണ്ടി പ്രത്യേകിച്ച് റിസോഴ്സ് ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓവർ തിങ്സ് വിൽ ബി മോർ. നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു മൊബിലൈസ് റിസോഴ്സസ്. ഇതിനനുസരിച്ചിട്ട് റിസോഴ്സ് തന്നെ കിട്ടുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ വിൽ നോട്ട് ബി കംപ്ലീറ്റഡ്. അതൊരിക്കലും കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെയാണ് ഷോർട്ട് ടേമിലേക്കുള്ള പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത് ഡ്യൂറേഷനിൽ വരുന്നത് ലോങ് ടേം പ്ലാനിങ് ആണ്. യൂഷ്വലി കവേഴ്സ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് ലെസ് ദാൻ 2 ഇയേഴ്സ് ആയിരുന്നു ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് മോർ ദാൻ 5 ഇയേഴ്സ്, 5-ൽ കൂടുതൽ വരുമ്പോഴൊക്കെയാണ് ലോങ് ടേം പ്ലാൻ. അത് മോസ്റ്റ്ലി എങ്ങനെയായിരിക്കും 5 to 15 വർഷം വരെ വരുന്ന കാര്യങ്ങളായിരിക്കും. ബ്രോഡർ ടെക്നോളജിക്കൽ ആൻഡ് കോമ്പറ്റേറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കാം. അലോക്കേഷൻ ഓഫ് റിസോഴ്സസും റിലേഷൻഷിപ്പ് ലോങ് ടേം പീരീഡിലേക്കൊക്കെ നമ്മൾ നോക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. പ്രധാനമായിട്ട് ഇത് കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആയിട്ട് തന്നെയാണ്. ഷോർട്ട് ടേം പ്ലാനിങ് കവേഴ്സ് ദ പീരീഡ് ഓഫ് 1 ഇയർ, വൈ ലോങ് ടേം പ്ലാനിങ് 1 വർഷം 2 വർഷം വരെയൊക്കെ ഉള്ളതിന് ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറയുന്നത്. പക്ഷേ 5 മുതൽ 15 വർഷം വരെ നീണ്ടു നിൽക്കുകയാണ് വെച്ചാൽ അതിനെ ലോങ് ടേം പ്ലാനിങ് എന്നാണ് പറയുന്നത്. അതിനിടയിലുള്ള ആ ഒരു പ്ലാനിന് മീഡിയം ടേം പ്ലാൻ എന്ന് പറയുന്നത്. യൂഷ്വലി മീഡിയം ടേം പ്ലാൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ബിറ്റ്വീൻ 2 and 5 ഇയേഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ മാക്സിമം നമുക്ക് 2 ഇയേഴ്സ് വരെ പോവുകയാണെങ്കിൽ അതെന്താണ്, ഷോർട്ട് പീരീഡ് ആണ്. 2 to 5ലേക്ക് പോവുകയാണെങ്കിൽ അതെന്താണ്, മീഡിയം ടേം ആയിട്ട് കണക്കാക്കാം. എബവ് 5 to 15 ഒക്കെ ആവണമെങ്കിൽ ഇത് ലോങ് ടേം ആയിട്ട് പറയാം. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, പ്രൊഡക്ഷൻ, ലേബർ, ഓവർഹെഡ് എക്സ്പെൻസുകൾ, ഇതൊക്കെയാണ് ഈ ഒരു പ്ലാനിങ്ങിൽ പ്രധാനമായിട്ട് വരുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ലോങ് ടേമിൻ്റെ സഫിഷ്യൻറ്റ് ടൈം നമുക്ക് കിട്ടും പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. ഇഫക്റ്റീവ് കൺട്രോൾ ഉണ്ടാക്കാൻ പറ്റും. അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ചേഞ്ചസ് ഒക്കെ മെല്ലെ മെല്ലെ കൊണ്ടുവരാൻ പറ്റും. പീരിയോഡിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക. ട്രസ്റ്റ് ഏരിയാസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. എവിടെയാണ് പോരായ്മകളുള്ളത് ആ ഏരിയ ഒക്കെ എളുപ്പത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാം. വീക്ക്നെസ് ക്യാൻ ബി സ്പോട്ടഡ് ആൻഡ് റെക്ടിഫൈഡ്. ദെൻ എന്താ പറയുക, എവിടെയൊക്കെയാണോ നമുക്ക് പോരായ്മകളുള്ളത് അതൊക്കെ നമുക്ക് ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റുക, ചൂണ്ടിക്കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? പ്രഡിക്ഷൻ ഈസ് ഡിഫിക്കൾട്ട്. നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. കുറേ ലോങ് പീരീഡിലേക്ക് ആകുമ്പം അവിടെ ഇങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ദർ വിൽ ബി ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. പിന്നെ മുന്നോട്ട് പോകുന്തോറും ചിലപ്പം ഒരുപാട് അൺസർട്ടനിറ്റീസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നെക്സ്റ്റ് പറയുന്ന ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ് മെ നോട്ട് ബി അച്ചീവ്ഡ് ഇൻ ഫുൾ. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒബ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ അതിൻ്റെ ടാർഗറ്റുകളൊന്നും ഒരിക്കലും നമുക്ക് ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യാൻ സാധ്യമല്ല. മോർ റിസോഴ്സസ് ആർ റിക്വയർഡ്. ഒരുപാട് ടൈമിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കൂടുതൽ റിസോഴ്സുകളായിരിക്കും ആവശ്യം വരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലോങ് ടേമിലേക്കുള്ള പ്ലാനിങ് എന്ന് പറയുന്ന അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി മൂന്നാമത്താണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന. മാനേജ്മെൻറ്റ് ലെവൽ അനുസരിച്ച് സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, ഓപ്പറേഷണൽ പ്ലാനിങ് ഉണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ഡിറ്റർമിനിങ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഓവറോൾ ഒബ്ജക്റ്റീവ്സും അതേപോലെ തന്നെ പോളിസികളും സ്ട്രാറ്റജീസും അഡോപ്റ്റ് ചെയ്യാം. അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള പോളിസികൾ, പ്രൊസീജിയേഴ്സ്, സ്ട്രാറ്റജീസൊക്കെ കൊണ്ടുവരിക. ഇത് നോർമലി ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. അവിടുത്തെ സിഇഒയും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ജനറൽ മാനേജറും ഒക്കെ ഇരുന്നിട്ടാണ്. ലോങ് റേഞ്ച് പ്ലാനിങ് തന്നെയാണ് ഇതിൻ്റെ സമയപരിധി എന്ന് പറഞ്ഞാൽ ഏകദേശം 10 വർഷം വരെയാണ്. ബേസിക്കലി ഡീൽസ് വിത്ത് ടോട്ടൽ അസസ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ക്യാപ്പബിലിറ്റീസ്. പ്രധാനമായിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ എത്രത്തോളം കഴിവുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, പോരായ്മകൾ എന്താണ്, വീക്ക്നെസ് എന്താണ്, ഒബ്ജക്റ്റീവിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു ഈ ഒരു ഡൈനാമിക് എൻവയോൺമെൻറ്റിൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഊന്നി പറയുന്നത്. ദ പ്ലാനിങ് ഓൾസോ ഡിറ്റർമിൻസ് ദ ഡയറക്ഷൻ ദ കമ്പനി വിൽ ബി ടേക്കിംഗ് ഇൻ അച്ചീവിങ് ദീസ് ഗോൾസ്. അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങിൽ തന്നെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ഡയറക്ഷനും എവിടെയാണ് ആ ഗോൾസ് അച്ചീവ് ചെയ്തിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് മൂവ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഇന്ന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ്. സ്ട്രാറ്റജി കഴിഞ്ഞു. ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2ന് ഇടയിൽ വരുന്ന, അപ്പോൾ 6 മാസം മുതൽ 2 വർഷം വരെ. ആദ്യത്തെ നമ്മൾ ഡയറക്ടറിൻ്റെ ഷോർട്ട് പീരീഡ് പറയുമ്പം അപ് ടു 2 ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് പറഞ്ഞാൽ അതിന് ഇടക്കാലത്തായിട്ട് 6 മാസം മുതൽ 2 വർഷം വരെയാണ് കണ്ടംപ്ലേറ്റഡ് ബൈ മിഡിൽ മാനേജ്മെൻറ്റ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് മിഡിൽ മാനേജ്മെൻ്റ് ആണ്. മറ്റേത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ് ആദ്യത്തെ സ്ട്രാറ്റജിക് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ഫങ്ഷണൽ മാനേജേഴ്സ്. അപ്പോൾ ഇവർ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തിയ ആൾക്കാരാണ്. അപ്പോൾ അവിടെ മാനേജേഴ്സും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും പ്രൊഡക്റ്റ് ലൈൻ മാനേജേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ
ഈ ഒരു ടാസ്കിനൊക്കെ ഒന്നിച്ച് പോളിഷിംഗ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക് പ്ലാൻ ആയിട്ട് തന്നെ ഇത് പറയാൻ പറ്റും. മിഡിൽ മാനേജ്മെൻറ്റ് വിൽ ഹാവ് എ ക്രിട്ടിക്കൽ ലുക്ക് ദ റിസോഴ്സ് അവൈലബിൾ ആൻഡ് ദേ വിൽ ഡിറ്റർമിൻ ദ മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മിക്സ് ഓഫ് ഹ്യൂമൺ. അവർ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതിന് മോസ്റ്റ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ഹ്യൂമൺ, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ഈ 3-4 കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. മാനുഷികവും സാമ്പത്തികവും അതുപോലെ തന്നെ മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫാക്ടേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. ഇത് ഒരു ബ്രോഡ് സ്ട്രാറ്റജി പ്ലാൻ തന്നെയാണ്. മോർ വർക്കബിൾ ആൻഡ് റിയലിസ്റ്റിക് പ്ലാൻസ് ആയിരിക്കും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. മൂന്നാമത് അപ്പോൾ സ്ട്രാറ്റജിക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പ്ലാനിങ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ് ഇടക്കാലത്തുള്ളത്. പിന്നെ നമുക്കുള്ളത് ഓപ്പറേഷണൽ പ്ലാനിങ് ആണ്. ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കറണ്ട് ആക്ടിവിറ്റീസ് ഇപ്പോൾ ഫേമിൽ എന്താണോ നടക്കുന്ന ആ ആക്ടിവിറ്റിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് കീപ്സ് ദ ബിസിനസ് റണ്ണിങ്. ഓപ്പറേഷണൽ പ്ലാൻ ഡസ് നോട്ട് പ്രസൻറ്റ് ഹൈലി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. ഇതിൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും കൂടുതലായിട്ട്. പ്രത്യേകിച്ച് ഓരോ ദിവസത്തെയും ജോലികൾ എന്താണ്, അവിടെയുള്ള വർക്കേഴ്സിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് അങ്ങനെ കൃത്യമായിട്ട് തന്നെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലാൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്നത് ടോപ്പ് ലെവലിലും ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്നത് മിഡിൽ ലെവലിലും അതേപോലെ തന്നെ ഓപ്പറേഷണൽ പ്ലാനിങ് നടത്തുന്നത് എപ്പോഴും തേർഡ് ലെവലായിട്ടുള്ള സ്റ്റേജിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ് സാധാരണയായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സൂപ്പർവൈസേഴ്സും ഫോർമാനും അവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. ഷോർട്ട് റേഞ്ചിലേക്കുള്ള പ്ലാൻ ആയിരിക്കും. മാക്സിമം ഒരാഴ്ച മുതൽ ഒരു വർഷം വരെ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാനിങ് അവിടെ നടത്താൻ പറ്റുള്ളൂ. ആൻഡ് നാലാമത്തേൽ പറയുന്നത് പിന്നെ അതിൽ വാട്ട്, ഹൂ, വെൻ, ഹൗ മച്ച് ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ആര്, എപ്പോൾ, എങ്ങനെ, എത്ര മാത്രം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പ്ലാനിങ് ആയിരിക്കും. ഓൺ ദ ബേസിസ് ഓഫ് യൂസ്, നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് സ്റ്റാൻഡിങ് പ്ലാനും സിംഗിൾ പ്ലാനും ആണുള്ളത്. സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുമ്പം ഇപ്പം നിലവിൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് യൂസ്ഡ് ഓവർ ആൻഡ് ഓവർ എഗെയിൻ. വീണ്ടും വീണ്ടും നമുക്കത് എപ്പോഴും ഉപയോഗിക്കാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പോളിസി പ്രൊസീജിയറും മെത്തേഡ്സും റൂൾസും സ്ട്രാറ്റജിയും ഒക്കെ സ്റ്റാൻഡിങ് പ്ലാനിലുണ്ടാവും. നമുക്ക് എപ്പോഴും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് മെക്കാനിക്കലായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇറ്റ് ഹെൽപ്സ് എക്സിക്യൂട്ട്സ്. എന്തിനാണ് അവരുടെ വർക്ക് ലോഡൊക്കെ ഒരിക്കൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ വർക്ക് ലോഡൊക്കെ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാൻഡിങ് പ്ലാനിനെ പറഞ്ഞ പേരാണ് റുട്ടീൻ പ്ലാന്. ഇത് എപ്പോഴും എന്താണ് ലോങ് റേഞ്ചിലേക്കാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത് യൂസ് ചെയ്തതിൻ്റെ ബേസിൽ സിംഗിൾ യൂസ് പ്ലാനാണ്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പേര് തന്നെ നമുക്കറിയാം. ഏതെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ആ സാഹചര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് പ്ലാനിങ് നടത്തുക. അതൊരു തവണ മാത്രമാണ് ആ ഒരു കാര്യം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പ്രോഗ്രാം ഉണ്ടാവാം, ബഡ്ജറ്റ് ഉണ്ടാവാം, പ്രൊജക്റ്റ് ഉണ്ടാവാം, ഷെഡ്യൂളുകളൊക്കെ ഉണ്ടാവാം. അതിനെയാണ് സ്പെസിഫിക് പ്ലാനിങ് എന്ന് പറയുന്നത്. സിംഗിൾ യൂസ് പ്ലാൻ ഈസ് ഷോർട്ട് റേഞ്ച്. ഈ ഒരു സിംഗിൾ യൂസ് പ്ലാനും ഷോർട്ട് റേഞ്ചിലേക്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേസമയം സ്റ്റാൻഡിങ് പ്ലാൻ നമുക്ക് എന്താ ലോങ് പീരീഡിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. ജസ്റ്റ് ടൈപ്സ് ഓഫ് പ്ലാനിനെ കുറിച്ചാണ്. ടൈപ്സ് എന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് ആണ്. അതിലോരോ ക്ലാസിഫിക്കേഷൻസ് കൂടിയാണ് നോക്കിയത്. പിന്നെ പോളിസി പ്രൊസീജിയർ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ബഡ്ജറ്റുകൾ ആ കാര്യങ്ങളൊക്കെ 2 മാർക്സിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെല്ലാം വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കുക. വ്യത്യാസത്തിൻ്റെ ബേസിൽ തന്നെ അത് പഠിച്ചെടുക്കുക. അതിൽ എന്താണ് പോളിസി, എന്താണ് പ്രൊസീജിയർ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ ഒരു ടൈപ്സ് ഓഫ് പ്ലാനിനെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. 4 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. അതിൻ്റെ യൂസേജും ടൈമും അതേപോലെ തന്നെ ഫോർമാലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഷോർട്ട് ടേമിലേക്കും ലോങ് ടേമിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.